പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 20. പ്രധാന വാർത്തകൾ. ഒമാനിൽ പ്രവാസികളായ തൃശൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3000-ഓളം അംഗങ്ങൾ വരും ദിവസങ്ങളിൽ കൂട്ടായ്മയുടെ ഭാഗമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ സോഷ്യൽ ക്ലബിന് കീഴിൽ സംഘടനയുടെ അംഗീകാരത്തിനായി ശ്രമിക്കും. അംഗങ്ങളാകുന്ന മുഴുവൻ ആളുകളുടെയും ക്ഷേമത്തിനായി സംഘടന കൂട്ടായ ശ്രമങ്ങൾ നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. തൃശൂർ നിവാസികളായ ഒമാനിലെ പ്രവാസി മലയാളികൾ ഒരുമിച്ച് കൂടുന്നതേറെ സന്തോഷം നൽകുന്നതാണെന്നും ഇത്തരം കൂട്ടായ്മകൾക്ക് നിരവധി ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കുമെന്നും TN പ്രതാപൻ MP വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തൃശൂരിൽ മോദിയടക്കം ആര് വന്ന് പ്രചാരണം നടത്തിയാലും BJPക്ക് ജയിക്കാനാവില്ലെന്ന് TN പ്രതാപൻ MP. മസ്കത്തിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ ദേശീയതലത്തിൽ തന്നെ ശ്രദ്ധയുള്ള മണ്ഡലമായി തൃശൂർ മാറിയിട്ടുണ്ട്. 2019 ശേഷം 3 തവണയാണ് മോദി തൃശൂരിലെത്തിയത്. ഇനിയും വരണമെന്ന് തന്നെയാണ് അഭിപ്രായം. ഇതിലൂടെ തൃശൂരിന് കൂടുതൽ ശ്രദ്ധ കിട്ടും. അതുതന്നെയാണ് എൻ്റെയും ആഗ്രഹമെന്നും TN പ്രതാപൻ പറഞ്ഞു. നിസ്വ കോട്ട, പുരാതന പള്ളികൾ, പഴയകാല ഗ്രാമങ്ങൾ, പൈതൃക സൂക്ക് എന്നിവ ലോകത്തെമ്പാടുമുള്ള സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നവയാണ്. എന്നാൽ വിവിധ ചരിത്ര കാലഘട്ടങ്ങളിലെ ഒമാൻ്റെ പൈതൃകവും സംസ്കാരവും നാഗരികതയും നേരിട്ടറിയാൻ സന്ദർശകർക്ക് വഴിയൊരുക്കുകയാണ് നിസ്വ മ്യൂസിയം. 3000-ൽ പരം പുരാവസ്തുക്കളുടെ ശേഖരമാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മ്യൂസിയത്തിൻ്റെ ഹാളുകളിൽ കയ്യെഴുത്തുപ്രതികൾ, ആയുധങ്ങൾ, കവചങ്ങൾ, ചെമ്പുവസ്തുക്കൾ, മൺപാത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നതായി മ്യൂസിയം ഉടമസ്ഥൻ മുഹമ്മദ് അംബുസൈദി പറഞ്ഞു. പ്രദർശിപ്പിച്ചിരിക്കുന്ന പുരാവസ്തുക്കളുടെ ശേഖരം പ്രകൃതി വിഭവങ്ങളെ നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തുന്നതിലുള്ള കഴിവിനെ എടുത്തു കാണിക്കുന്നതായും ഒമാൻ്റെ അദൃശ്യമായ പൈതൃകങ്ങളുടെ വിശദാംശങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പൈതൃകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും മുഹമ്മദ് അംബുസൈദി പറഞ്ഞു. അനുമതിയില്ലാതെ സ്വദേശി പൗരന്മാരുടെ ദൃശ്യങ്ങൾ പകർത്തിയ സംഭവത്തിൽ പ്രവാസി വനിതയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. നിയമവിരുദ്ധമായി ദൃശ്യങ്ങൾ ചിത്രീകരിക്കുകയും പൊതുധാർമ്മികതയ്ക്ക് വിരുദ്ധമായി നിന്ദ്യമായ ഭാഷ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയും ചെയ്ത സംഭവത്തിലാണ് നടപടി. ഇതിൻ്റെ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഒമാൻ വിവരസാങ്കേതിക നിയമം ലംഘിച്ചതിനാണ് മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് ഇവരെ പിടികൂടി നടപടികൾ സ്വീകരിച്ചത്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് സുൽത്താൻ ഹൈതം ബിൻ താരിഖിൻ്റെ സന്ദേശം ഒമാൻ ആഭ്യന്തരമന്ത്രി സയ്യിദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദി കൈമാറി. ഭരണാധികാരിക്കും ഖത്തർ ജനതയ്ക്കും സുൽത്താൻ സന്തോഷവും ആയുരാരോഗ്യവും നേർന്നു. ഒമാൻ ഭരണാധികാരിക്കും ജനതയ്ക്കും ഖത്തർ അമീറും ആശംസകൾ നേർന്നു. ഖത്തർ പോലീസ് അക്കാദമി 6ാം ബാച്ച് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായാണ് സയ്യിദ് ഹമൂദ് ബിൻ ഫൈസൽ അൽ ബുസൈദി ദോഹയിലെത്തിയത്. സുൽത്താനേറ്റും ഖത്തറും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധവും സഹകരണവും ഇരുവരും ചർച്ച ചെയ്തു. അന്നം തേടി വന്ന ഒരു ജനതയുടെ തീക്ഷ്ണമായ കഴിഞ്ഞകാല കഥ പറയുകയാണ് ഇന്ന് ബർക്കയിൽ കുർഹത്ത് ബലൂഷ് എന്ന പേരിൽ അറിയപ്പെടുന്ന കുർഹത്ത് മലൈബാർ ഗ്രാമം. ഒരു കാലത്ത് ബർക്കയിലും പരിസര പ്രദേശങ്ങളിലും ഏറെ പ്രസിദ്ധമായിരുന്നു മലയാളികളുടെ പേരിൽ നാമകരണം ചെയ്ത കുർഹത്ത് മലൈബാർ ഗ്രാമം. ഇന്ന് ഈ സ്ഥലത്തെ കുർഹത്ത് ബലൂഷ് എന്നാണ് അറിയപ്പെടുന്നത്. ബർക്ക സൂക്കിൻ്റെ പടിഞ്ഞാറ് ഭാഗം മുതൽ ഈദ്ഗാഹ് മൈതാനം വരെയുള്ള വിശാലമായ സ്ഥലമായിരുന്നു കുർഹത്ത് മലൈബാർ. 6-ലധികം മലബാറികൾ ബർക്കയിലെ വിവിധ ഈന്തപ്പനത്തോട്ടങ്ങളിൽ ജോലി ചെയ്യുകയും രാത്രി സമയം പോസ്റ്റ് ഓഫീസിനടുത്തുള്ള മണൽ കൂനകളിൽ താമസമാക്കുകയും ചെയ്തിരുന്നുവെന്നും അങ്ങനെയാണ് ഈ പ്രദേശം കുർഹത്ത് മലൈബാർ എന്ന പേരിൽ വന്നതെന്നും സാലം ദർവിഷ് അൽ ബലൂഷി പറയുന്നു. ഇലകൾ നിറഞ്ഞു നിൽക്കുന്ന 100-ലധികം മരങ്ങളും മണൽക്കൂനകളും ഇവിടെ അന്നുണ്ടായിരുന്നുവെന്നും സാലം ദർവിഷ് അൽ ബലൂഷി പറഞ്ഞു. വിസ്മയം ബുക്സ് ഏർപ്പെടുത്തിയ 2023-ലെ ശ്രേഷ്ഠ ഭാഷാ പൈതൃക പുരസ്കാരത്തിന് രതീഷ് പട്ടിയാത്തിനെ തിരഞ്ഞെടുത്തു. ഒമാനിലെ പ്രവാസി മലയാളികൾക്കിടയിലെ മലയാള ഭാഷാ പ്രവർത്തകനും മസ്കത്ത് പഞ്ചവാദ്യ സംഘത്തിലെ പ്രധാനിയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യവുമാണ് രതീഷ് പട്ടിയാത്ത്. നേരത്തെയും നിരവധി അംഗീകാരങ്ങൾക്കും പുരസ്കാരത്തിനും അർഹനായിട്ടുണ്ട്. ഒമാനിലെ സാംസ്കാരിക സംഘടനയായ മലയാളം ഒമാൻ ചാപ്റ്ററിൻ്റെ ജനറൽ സെക്രട്ടറിയായ രതീഷ് പട്ടിയാത്ത് തൃശൂർ വടക്കാഞ്ചേരി മച്ചാട് സ്വദേശിയാണ്. ഏഷ്യ കപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ 2ാം മത്സരത്തിനായി ഒമാൻ നാളെ വീണ്ടും കളത്തിലിറങ്ങും. തായ്ലൻഡാണ് എതിരാളികൾ.
മുന്നോട്ടുള്ള പ്രയാണത്തിനും സൗദിയോടേറ്റ തോൽവിയുടെ ക്ഷീണത്തിൽ നിന്ന് കരകയറുന്നതിനും ഒമാന് ജയം അനിവാര്യമാണ്. നാളത്തെ മത്സരത്തിൽ വിജയം ഉറപ്പിക്കാനായില്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്കുള്ള യോഗ്യത നേടാനാകില്ല. ആദ്യ മത്സരത്തിൽ കിർഗിസ്ഥാനെതിരെ ജയിച്ച് 3 പോയിന്റുമായി ഗ്രൂപ്പ് എഫിൽ 1-ാം സ്ഥാനത്താണ് തായ്ലൻഡ്. ഫിഫ റാങ്കിങ്ങിൽ ഒമാനേക്കാൾ ഏറെ പിന്നിലാണ് തായ്ലൻഡെങ്കിലും സമീപകാല പ്രകടനങ്ങളിൽ മികച്ച ഫലങ്ങൾ സൃഷ്ടിച്ചാണ് ടീം എത്തുന്നത്. ജപ്പാനീസ് പരിശീലകൻ മസാതദ ഇഷിയുടെ കീഴിൽ താരതമ്യേന ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുക്കാൻ തായ്ലൻഡിന് സാധിച്ചിരുന്നു. അവസാന മത്സരങ്ങളിൽ സിംഗപ്പൂർ, ഹോങ്കോങ് ടീമുകളെ ഉൾപ്പെടെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതേസമയം താരതമ്യേന പിന്നിലുള്ള തായ്ലൻഡിനെതിരെ മികച്ച വിജയത്തോടെ ടൂർണമെന്റിലെ പ്രതീക്ഷകൾ തിരിച്ചുപിടിക്കാനാണ് ഒമാന്റെ ശ്രമം. 2021 മെയ്യിൽ അന്താരാഷ്ട്ര സൗഹൃദ മത്സരത്തിലാണ് ഇരു ടീമുകളും അവസാനമായി ഏറ്റുമുട്ടിയത്. അന്ന് വിജയം ഒമാനൊപ്പമായിരുന്നു. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ച ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകൾക്കെതിരെ നടപടി. ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പരിശോധനാ വേളയിൽ ചെറുതും വലുതുമായ നിയമലംഘനങ്ങൾ കണ്ടെത്തി മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ദാഖിലിയ ഗവർണറേറ്റിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് വിദേശികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. നിസ്വ വിലായത്തിലായിരുന്നു സംഭവം. നിസ്വ ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചു വരികയാണെന്ന് ROP അറിയിച്ചു. ഒമാനിലെത്തിയ മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരിക്ക് മസ്കത്ത് കണ്ണൂർ ജില്ലാ KMCC സ്വീകരണം നൽകി. ജില്ലാ KMCC രക്ഷാധികാരി സെയ്ദ് ശിവപുരം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് PAV അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.